വേറെ റോഡിലേക്ക് ടെക്നോളജി വന്നു. പക്ഷേ റിപ്പോർട്ടർ ചാനൽ വന്നതോടുകൂടി ഇത് കംപ്ലീറ്റ് സാധനത്തിന്റെയും റൂട്ട് അങ്ങ് മാറി. കാര്യം എങ്ങനെയും പൈസ ഉണ്ടാക്കുക, എങ്ങനെയും വാർത്ത സൃഷ്ടിക്കുക, വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുക, അതുപോലെ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകളുടെ സത്യവും ന്യായവും നീതിയും ഒന്നുമില്ല. ഇതെല്ലാം തട്ടി സോഷ്യൽ മീഡിയയിൽ ഇടുക, പിന്നെ ബൈറ്റാക്കുക, റീലാക്കുക, വേറൊരു തലത്തിലേക്കുള്ള ഒരു മീഡിയ പ്രവർത്തനം കേരളത്തിൽ രൂപപ്പെട്ടു. അതുകൊണ്ട് സംഭവിച്ചെന്താണെന്നറിയാവോ? പത്രങ്ങൾ വായിക്കാൻ ഇപ്പം ആളില്ല. ഇത്തരം ചാനലുകൾ കാണാനാണ് കൂടുതൽ. ഇതിനകത്ത് പുളിപ്പും രസവും സെക്സും സ്റ്റണ്ടും ഒക്കെ ഉള്ള രീതിയിലേക്കാണ് ഈ ചാനലുകളുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. പരസ്യമായി വെല്ലുവിളികളും ഗോഹോവിളികളും സംവാദത്തിന് പകരം വിവാദങ്ങളും തർക്കങ്ങളും ഉള്ള ഒരു രീതിയിലേക്ക് ചാനൽ സംസ്കാരത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ഓരോ ചാനലുകളും മറ്റ് ചാനലുകളെ തെറി പറയുന്നത് എങ്ങനെ, അല്ലെങ്കിൽ മറ്റ് ചാനലുകളുടെ കുഴപ്പം കണ്ടെത്തി ഇത് ഈ ചാനൽ പറയുന്നത് എങ്ങനെ എന്ന് വന്നതുകൊണ്ട് ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? ഒരു കാലഘട്ടത്തിൽ ജേർണലിസ്റ്റുകളെ കണ്ടാൽ, അത് മീഡിയ സാറ്റലൈറ്റിന്റെ മീഡിയയിലുള്ളവരെ കണ്ടാലും അപ്പുറത്തുള്ളവരും അവരോടൊരു ബഹുമാനം സമൂഹത്തിന് വലുതായിട്ടുണ്ടായിരുന്നു. ഓ, ജേർണലിസ്റ്റാണ് എന്ന്. ഇപ്പൊ അതല്ല. ഇപ്പൊ വല്ല നടക്കൂടെ, കിട്ടൂടെ, തടയൂടെ എന്നൊക്കെ നിലയിലേക്കുള്ള അവരുടെ റേറ്റാണ് കുറഞ്ഞത്. ഈ ചാനലിന്റെ റേറ്റ് കൂടിയപ്പോൾ കുറഞ്ഞത് ചാനലിൽ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർമാരുടെയും ആങ്കർമാരുടെയും ഒക്കെ റേറ്റ് താഴേക്ക് പോയിട്ടുണ്ട്, 0 റേറ്റിലേക്ക് പോയിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചാനൽ സംസ്കാരം അല്ലെങ്കിൽ ഒരു മീഡിയ സംസ്കാരം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ ചാനലുകൾക്ക് ഇതിങ്ങനെ വഷളാക്കിയതിൽ വലിയ പങ്കുണ്ട്. കാര്യം ഡിജിറ്റൽ ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലും അതിവൈകാരികമായ തമ്പൊക്കെ ഇട്ട്, അല്ലെങ്കിൽ മോശപ്പെട്ട അശ്ലീല തമ്പുകളൊക്കെ ഇട്ട് വരുമ്പോൾ അത് ആയിരങ്ങൾ കാണും. അത് ഭയങ്കര റീച്ചാണ്. ഈ റീച്ച് കണ്ടുകൊണ്ട് അതേ പാറ്റേണിലേക്ക് ആര് മാറുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്.